നമസ്കാരം. നമ്മൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂറും നമ്മുടെ ഹണി റോസും തമ്മിലുള്ള വിഷയമാണ്. കാരണം ബോബി ചെമ്മണ്ണൂറിൻ്റെ പല പരിപാടിക്കും ഈ ഹണി റോസ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹണി റോസ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് വസ്ത്രം ധരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മുടെ ഈ ബോബി ചെമ്മണ്ണൂർ പല രീതിയിലുള്ള ദ്വയാർത്ഥ പദമായിട്ടുള്ള അല്ലെങ്കിൽ ഇരട്ട മീനിങ്ങുള്ള ചില സംഭവങ്ങളൊക്കെ ഇടാറുണ്ട്. ഈ കുന്തി ദേവിയെയും നമ്മുടെ ഹണി റോസിനെയും തമ്മിലൊക്കെ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സംഭവം നടന്നിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, ഹണി റോസിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താണെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന അല്ലെങ്കിൽ പൊതുവേദികളിൽ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ചില രീതികൾ കഴിഞ്ഞ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു കസ്റ്റമർ ബോബി ചെമ്മണ്ണൂറിനെ വിളിച്ചിട്ട് സ്വർണത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അതിനകത്തും ഡബിൾ മീനിങ്ങിലാണ് ഈ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനും അത്യാവശ്യം നല്ല സെലിബ്രിറ്റിയാണ് പല വിഷയങ്ങളിലും. ഇപ്പൊ നമ്മുടെ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ പുള്ളിയാണ് അതിന്റെ മുൻനിരയിൽ വന്നുകൊണ്ട് 10-33 കോടി രൂപ ഒക്കെ നിഷ്പ്രയാസം ഉണ്ടാക്കിയത്. അപ്പൊ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹണി റോസ് നേരിട്ട് പോലീസിൽ പരാതി കൊടുത്തു ബോബി ചെമ്മണ്ണൂറിനെതിരെ. അതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ 24 ചാനലിന്റെ നമ്മുടെ ഹാഷ്മിയും തമ്മിലുള്ള ആ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും മാധ്യമങ്ങൾ വളച്ചൊടിച്ച് അവരുടെ രീതിയിലാക്കിയിരുന്നു. പക്ഷെ അത് കേൾക്കുന്ന അരിയാഹാരം തിന്നുന്ന ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ബോബി ചെമ്മണ്ണൂർ എന്തർത്ഥത്തിലാണ് സംസാരിച്ചെന്നുള്ളത്. അപ്പൊ അത് എന്താണെങ്കിലും ഈ 2 ഭാഗവും കാണുമല്ലോ. കാരണം അമ്മയെ തല്ലിയ 2 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞ കണക്ക് 2 ഭാഗം ആൾക്കാരുടെയും ഭാഗത്ത് നിൽക്കും. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഇന്നലെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഈ ഒരു വാർത്ത ഇവരുടെ ഒരു ഇത് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഇവർ തമ്മിൽ പറയുന്നത്, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ബാക്കി അങ്ങോട്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. രാഹുൽ ഇത്തരത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമകളും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കീതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, പോലീസ് നടപടി? രാഹുൽ, ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട്. അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. കലാകാരിയുമാണ് രാഹുൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ്, എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞെന്ന് പറയാണ്. അതൊക്കെ പറയാം, ഇയാൾ ആരാന്നേ? അല്ല, അതൊന്നും ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. അപ്പം വൾഗറായി സംസാരിക്കരുത്. അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. അല്ല രാഹുൽ ഈശ്വർ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ? എന്ത് നിലപാടാണ് രാഹുൽ? എന്താണ് കണ്ണടച്ചിരുട്ടാക്കൽ? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ? അല്ലെങ്കിൽ ഒരു അഡൽട്ടായ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ രാഹുൽ? രാഹുൽ ഈ പറഞ്ഞ ബോബി ആരാ? വൃത്തിയോട് പറയാം. ആരും ആഭാസം പറയുന്നത് കാര്യത്തിൽ യോജിക്കില്ല. പക്ഷെ നമ്മൾ മറക്കരുത്, കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ലേ, അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ? പ്രശ്നം പരിഹരിച്ചില്ലേ? അത് നോക്കണം അവർ നിർബന്ധിക്കുന്നുണ്ടോ? പരാശിബല തന്നെ സൂചിപ്പിക്കുന്ന പോലെ സ്വന്തം വൾഗറായിട്ട് എടുക്കുന്ന വീഡിയോസ് അവര് തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് മാതൃകയാണ് തോന്നുന്നത് എന്നൊരു സ്ത്രീ പറയുന്നൂടെ ശ്രദ്ധിക്കണം. 2, ഇന്നലെ തന്നെ ശ്രീ ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ TV ചാനലുകളോട് താൻ ക്ഷമ പറയാൻ തയ്യാറാണ്, ഹണി റോസിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു ബെയിലില്ലാത്ത കുറ്റം എന്നതിനപ്പുറം അദ്ദേഹം ഒരു മാപ്പൊക്കെ സ്വീകരിച്ച് ഈ വിഷയം തീർക്കാമായിരുന്നു എന്ന കാര്യം
ഒരു കാരണവശാലും യോജിക്കില്ല. കുന്തി ദേവി എന്നൊക്കെ പറയുന്നതിന് ദ്വയാർത്ഥമാണ്, നമുക്കെല്ലാം അറിയാം. അതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ രാഹുൽ അല്ല, ഈ ബോബി എന്താണെന്ന് പറഞ്ഞ കുന്തി ദേവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? പുരാണത്തിലെ കുന്തി ദേവിയാണ്. പുരാണത്തിലെ കുന്തി ദേവി പഠിച്ചപ്പോ ഇവരുടെ ജീവിതവുമായി ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഡബിൾ മീനിങ് തന്നെയാണ്, അത് എല്ലാവർക്കും മനസ്സിലാകും. കാരണം പുരാണത്തിലെ കുന്തി ദേവിയെ ഉപമിച്ചുകൊണ്ടാണ് നമ്മുടെ ഹണി റോസിനെ പുള്ളി ആ ഒരു പൊതുവേദിയിൽ ചിത്രീകരിച്ചത്. എന്താണെങ്കിലും രാഹുൽ ഈശ്വർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പം ഓരോരുത്തരുടെ വസ്ത്രധാരണം അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം, മാന്യമായ വസ്ത്രം ധരിക്കാം. ഇപ്പം ഹണി റോസിന്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലെ ഹണി റോസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് നാൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോഴാണ് ഹണി റോസ് കേസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ വന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഹണി റോസിനെ വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന്. ഒരാളെ വേദനിപ്പിച്ചിട്ട് മാപ്പ് പറയുക എന്ന് പറയുന്നതും അതൊരു ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. കാരണം പുള്ളിക്ക് എന്തായാലും ബോധ്യം ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ല, അതുകൊണ്ടാണല്ലോ മാപ്പ് പറയാം എന്ന് പുള്ളി പറഞ്ഞത്. എന്താണേലും ഹണി റോസ് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഒരുപാട് ആൾക്കാരെതിരെ കേസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഫേക്ക് ഐഡിയിൽ നിന്നും ഹണി റോസിനെതിരെ ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലുള്ള ചില വൃത്തികെട്ട കമൻറ്റുകളും അവരുടെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എന്താണെങ്കിലും പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. ബോച്ചെ ഫാൻസുകാരുണ്ട്, ഹണി റോസ് ഫാൻസ് ഉണ്ട്, രണ്ട് കൂട്ടരും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ചില പരാമർശങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നടത്താൻ എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.